ഞാനിപ്പോ നിക്കണത് എന്റെ പീച്ചിങ്ങയുടെ അടുത്താണ്. അപ്പൊ പീച്ചിങ്ങ നമ്മ നട്ടേക്കണത് ഇപ്പൊ ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. അപ്പൊ നമ്മ പന്തലൊന്നും ഇട്ട് കൊടുത്തില്ല കേട്ടാ. നമ്മ ഇവിടെ ഒരു നാരകത്തൈ നിപ്പണ്ടായി. ആ നാരകത്തൈമ കണ്ട പടർത്തിയിട്ടതാണ്. അപ്പം നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇതേപോലെ ബീച്ചിലൊക്കെ കൃഷി ചെയ്യാട്ടാ. നമ്മുടെ ആവശ്യത്തിനുള്ള പീച്ചിങ്ങ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് പന്തലിടുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം വേണമല്ലോ. ഇത് സ്ഥലം കുറഞ്ഞ ആൾക്കാർക്ക് നമ്മുടെ വീട്ടില് വല്ല പാഴ്മരങ്ങളോ അല്ലെങ്കിൽ നാരകമൊക്കെ എപ്പോഴും കായ്ക്കണതൊന്നല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതുമലൊക്കെ പടർത്തിട്ട് കഴിഞ്ഞാല് നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ നട്ടേക്കണത് ഗ്രോ ബാഗിലാണ്. കണ്ട ഗ്രോ ബാഗിലാണ് നട്ട് കൊടുത്തേക്കണത്. ഇപ്പൊ പീച്ചില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പീച്ചിങ്ങയുടെ കൃഷി ചെയ്യണ സീസൺ അല്ല. പീച്ചില് നമ്മ ഈ സമയത്താണ് വിത്തിട്ട് കൊടുക്കേണ്ടത്. മഴക്കാലത്താണ് പീച്ചിലിന്റെ കൃഷി രീതികൾ. പക്ഷെ ഞാനിപ്പോ ഇത്ര ചൂടത്തും കണ്ട. അപ്പൊ നമ്മുടെ ഈ പീച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പീച്ചിങ്ങ ചെറിയ വെറൈറ്റി ആണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങാണ്. പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. നമുക്ക് കറി വെച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ് പീച്ചിങ്ങ. പീച്ചിങ്ങനെ പല പേരുകളും പല സ്ഥലത്തൊക്കെ അറിയപ്പെടും കേട്ടാ. അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യണത്. നമുക്ക് ഇപ്പൊ നാടനൊക്കെ ആണെങ്കിൽ നമ്മുടെ വിത്ത് തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് വീണ്ടും കൃഷി ചെയ്യാം. നമ്മ ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിലാണ് നമുക്ക് വിത്തെടുക്കാൻ പറ്റാത്തതും വിത്തെടുത്ത് നട്ട് കഴിഞ്ഞാല് വിളവ് കിട്ടാത്തതും. ഇതൊക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ വിത്തെടുത്ത് നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ നമുക്ക് അടിവളം ഇട്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് നട്ടു കൊടുക്കുക. സ്ഥലം ഇല്ലാത്തവർ കണ്ട ഇതേപോലെ വല്ല ചെറിയ മരത്തുമ്മലൊക്കെ ഇതേപോലെ പടർത്തിയിടാം. ഇങ്ങനെ ഇടുമ്പോ ഒരു ഗുണവും കൂടി ഉണ്ട്. കായ്ച്ചകളുടെ ശല്യമൊക്കെ കുറവായിരുന്നിട്ട് നമുക്ക് ഒറ്റ കായ പോലും ഉണ്ടായ കായൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടി. കായ്ച്ച ശല്യം ഒന്നും ഉണ്ടായില്ല. അപ്പൊ എല്ലാവരും ഇതേപോലെ പീച്ചിങ്ങൊക്കെ കൃഷി ചെയ്യണം.